പത്തനംതിട്ട തിരുവല്ലയിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന വ്യാജേന വീട്ടമ്മയുടെ പണം തട്ടാൻ ശ്രമം. മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടന്നത്. ആധാർ കാർഡിൽ തിരിമറി നടത്തിയെന്ന് ആരോപിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അവസരോചിതമായ ഇടപെടലാണ് തട്ടിപ്പുകാർക്ക് പണം കൈമാറാനുള്ള നീക്കം തടഞ്ഞത്. പണം കൈമാറാനായിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫോം പൂരിപ്പിച്ചു വന്നപ്പോൾ മക്കളുടെ വ്യക്തികളുടെ പേര് പകരം അവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരാണ് കണ്ടത്. ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അല്പം പരുങ്ങുകയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് ഇത് കാണിക്കാതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പം അവർ ചെറിയ വിറവലോടുകൂടി ഫോൺ എൻ്റെ നേരെ കാണിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ അതിൻ്റെ ആ ഫോണിൻ്റെ മുകളിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെയും ലെറ്ററുകളാണ് കാണുന്നത്. അപ്പോൾ നോക്കിയപ്പോഴാണ് അത് ഓൾറെഡി അത് കോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രോഡ്സ്റ്റേഴ്സിൻ്റെ കോൾ അതിനകത്ത് ഓൺലൈനായിട്ട് ഉണ്ടായിരുന്നു, അവരും കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഈ മാഡം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവരുമായിട്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയും ഫണ്ട് കൈമാറ്റം തടയുകയും ചെയ്തു. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, ഗുഡ് ഈവനിങ്. ഈ ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ചൊക്കെ നിരന്തരം ഒരു സമയത്ത് നമ്മളടക്കമുള്ളവർ വാർത്ത ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള കാര്യത്തിലേക്ക്, അതായത് ഇത് വ്യാജമാണ് എന്ന കാര്യം അടക്കമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച്, ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ചൊക്കെ കൃത്യമായ അവബോധം നൽകുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വീണ്ടും വീണ്ടും തട്ടിപ്പിനിരയാകുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു വീട്ടമ്മയാണ് ഇതിൽ ഒരുപക്ഷെ ഇരയാകുമായിരുന്നത്. പക്ഷെ അപ്പോഴേക്കും ബാങ്കുകാർ കൃത്യമായി ഇടപെട്ടു. അവരുടെ കൃത്യമായിട്ടുള്ള അവസരോചിതമായിട്ടുള്ള ഇടപെടൽ ആ തട്ടിപ്പുകാർക്ക് പണം കൈമാറാനുള്ള നീക്കം തടയാൻ സഹായിച്ചു, അല്ലേ? ശ്രുതി, ഈ തട്ടിപ്പുകാർ എങ്ങനെയാണ് ഈ പ്രായമുള്ള ആളുകളെ വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി ഡിജിറ്റൽ അറസ്റ്റ് എന്ന വ്യാജേന തട്ടിപ്പ് നടത്തുന്നത്, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പത്തനംതിട്ട തിരുവല്ലയിൽ നടന്നത്. ഇവിടെ ഇരയാകേണ്ടിയിരുന്നത് 68-കാരിയാണ്. പക്ഷേ അവർ ഈ ബാങ്കുകാരുടെ സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം അവരുടെ 21.5 ലക്ഷം രൂപയാണ് അവർക്ക് നഷ്ടപ്പെടാതെ അവർക്ക് അവരുടെ അക്കൗണ്ടിൽ തന്നെ കിടന്നത്. ഈ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ്. ഒരു വീഡിയോ കോൾ ഈ 68-കാരിക്ക് വരുന്നു. അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ആധാർ കാർഡ്, അതിൻ്റെ ഒരു വ്യാജ ആധാർ കാർഡ് മറ്റൊരാളുടെ പക്കലുണ്ട്. ആ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തു. അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും തങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യണമെന്നാണ് ഈ വീഡിയോ കോളിലൂടെ തട്ടിപ്പുകാർ ഈ 68-കാരിയെ അറിയിച്ചത്. 68-കാരി സ്വാഭാവികമായും അങ്ങനെ ഒരു വീഡിയോ കോൾ വന്നപ്പോൾ അവർ ഭയന്നുപോയി. നമുക്കറിയാൻ കഴിയുന്നത് അവരുടെ മക്കളൊക്കെ വിദേശത്താണ്, വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 2 ദിവസത്തോളം ഇവരെ ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന വ്യാജേന അങ്ങനെ ഭയപ്പെടുത്തി ഇവരെ ആ ഫോൺ കോളിലൂടെ നിരന്തരം ഈ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ഇവർ ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല ശാഖയിലേക്ക് എത്തുകയാണ്. അവിടെ 3 അക്കൗണ്ടാണ് ഈ 68-കാരിക്ക് ഉണ്ടായിരുന്നത്. 3 അക്കൗണ്ടിലായി 21.5 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് ബാങ്ക് മാനേജരോടും ഒപ്പം തന്നെ അവിടെയുള്ള ജീവനക്കാരോടും പറഞ്ഞു, തൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് താൻ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. ഇവർ സ്ഥിരം ഈ ബാങ്കിൽ ചെല്ലുന്ന ആളാണ് ഈ 68-കാരി. ബാങ്ക് ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയാവുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് അവർ തിരക്കി എന്തുകൊണ്ടാണ് ഈ കാലാവധി ആകുന്നതിന് മുമ്പ് ഈ പണം പിൻവലിക്കുന്നത്. അപ്പോഴാണ് അവർ ആദ്യം ഇക്കാര്യം തുറന്നു പറഞ്ഞില്ല. പിന്നീട് ബാങ്ക് ഉദ്യോഗസ്ഥർ, ഇപ്പോൾ നമ്മൾ ബൈറ്റിൽ കേട്ട ആ ഉദ്യോഗസ്ഥൻ വിനോദ് എന്ന ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കൃത്യമായി ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കോളാണ് തട്ടിപ്പുകളിൽ ചതിക്കുഴികളൊക്കെ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.